ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചെറിയ അളവിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഇതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടിച്ച പഞ്ചസാരയും മുട്ടയും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം വിസ്ക് ഉപയോഗിച്ച് നന്നാക്കി നമുക്ക് കലക്കിയെടുക്കാം. അതല്ലെങ്കിൽ എഗ് ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ പഞ്ചസാര നന്നായി കലങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മെല്ലോയുടെ 1 ബാർ ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 100-110 ഗ്രാം ചോക്ലേറ്റ് ഉണ്ടാകും. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാനിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 100 ഗ്രാം അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മെൽറ്റാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ബട്ടറും ചോക്ലേറ്റും കൂടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എഗ് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയും കൊക്കോ പൗഡറും കൂടി അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ നരിച്ചെടുക്കാം. ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നത് സ്റ്റൗ ടോപ്പിലാണെങ്കിൽ ഒരു പാത്രം വെച്ച് അത് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് ഹീറ്റാക്കി വെക്കാം. അതല്ല ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഓവൺ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം 50-55 മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇനി ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.